ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഇട്ട ആളെയും ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് 9ാം ക്ലാസ്സിൽ പഠനം നിർത്തിയത് എന്ന് ചോദിച്ചാൽ ഇവൻ കാരണമാണെന്ന് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പഠിച്ചിരിക്കുന്നത് കോരങ്ങാട് സ്കൂളിലാണ്. അപ്പോൾ കോരങ്ങാട് സ്കൂളെന്ന് വെച്ചാൽ വലിയ ഒരു സ്കൂളാണ്. കാരണം 5ാം ക്ലാസ് മുതൽ +2 വരെയാണ് കോരങ്ങാട് സ്കൂളുള്ളത്. അപ്പോൾ വലിയൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് ഈ സ്കൂൾ വരുന്നത്. കോമ്പൗണ്ട് അന്ന് കെട്ടിയിട്ടൊന്നുമില്ല കേട്ടോ, ഇന്ന് കോമ്പൗണ്ടും കാര്യങ്ങളൊക്കെ കെട്ടി ഇതാക്കി. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ടാണ് ബിൽഡിങ് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ 5ാം ക്ലാസ് മുതൽ +2 വരെയാണ് അവിടെ ക്ലാസ് ഉള്ളത്. ഞാൻ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ എന്ന് പറഞ്ഞതിൻ്റെ അതിൽ കോരങ്ങാട് സ്കൂളിലാണ് പോയത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇവന് എൻ്റെ സീനിയറായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞങ്ങൾക്ക് IT ക്ലാസ് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ കുറച്ച് ദൂരം പോകണം. അപ്പോൾ കുറച്ച് ദൂരം പോയിട്ടാണ് IT ക്ലാസ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ IT ക്ലാസ്സിന് പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്ത് മഴ പെയ്തു. അപ്പോൾ ഞങ്ങൾ 4 പേരും കുടയും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിനുണ്ട്, അബുവൻ എന്ന് പറഞ്ഞിട്ട്, അവിടെ +1 പഠിക്കുകയാണ്. അപ്പം ഞാൻ അവൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു വരാന്തയിലാണ് ഞാനും എൻ്റെ കൂട്ടുകാരികളും നിൽക്കുന്നത്. അപ്പം ഞാൻ ഇവനെ കണ്ടപ്പോൾ ഇവനോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ബുക്ക് നീ ഇവിടെ വെക്കുമോ, വൈകുന്നേരം മേടിക്കുക, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഓടിപ്പോവാമല്ലോ, ബുക്ക് നനയൂലാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെന്താ ഞാൻ ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ അബുവിന് മേടിച്ച് വെച്ചു. അബുവിന് മേടിച്ച് വെച്ചെങ്ങാൻ വൈകുന്നേരം എനിക്ക് പുസ്തകം തരുന്നത് ഈ പുള്ളിയാണ്. അപ്പോൾ പുസ്തകം തരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ അതിലൊരു സാധനം എഴുതി വെച്ചിട്ടുണ്ട്, നീ അതൊന്ന് കൊടുക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ബുക്ക് തുറന്ന് നോക്കുമ്പം ലാസ്റ്റ് പേജിൽ ഷബീബക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ തന്നെ ഷബീബക്ക് എന്നുള്ളത് കൊണ്ട് ഞാൻ കീറി ഷബീബ എന്ന് പറഞ്ഞ കുട്ടിക്ക് കൊടുത്തു. ഷബീബ എന്ന് പറയുന്നത് തേക്കുംതോട്ടം പള്ളീൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ഇത്ര ക്ലിയർ ആയിട്ട് പറയാനും കാരണം ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അന്ന് രാത്രിയാണ് എൻ്റെ ഉമ്മയുടെ ആങ്ങളെയും ഭാര്യയും മക്കളും വീട്ടിൽ താമസിക്കാൻ വരുന്നത്. അപ്പോൾ ഇവർ താമസിക്കാൻ വന്നപ്പോൾ ഇവർ എൻ്റെ ബുക്കൊക്കെ പുറത്ത് കണ്ടപ്പോൾ ഇവർ വെറുതെ ഒന്ന് മറച്ച് നോക്കിയ സമയത്ത് ഈ എഴുതിയതിൻ്റെ പകർപ്പ് ഇവർ ഒപ്പിച്ചൂട്ടി ഇവർ വായിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കല്ലത് ഈ കത്ത്, ഇത് ഷബീബക്ക് എഴുതി, കബീർ എന്ന് പറഞ്ഞ ചെക്കൻ ഷബീബക്ക് എഴുതിയതാണ്. ഞാൻ കബീറിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വിളിച്ചു നോക്കി, ഓനോട് ചോദിക്കുക ആർക്കാണ് എഴുതിയത്. അപ്പോൾ ഓനെ വിളിച്ചപ്പം ഓൻ അങ്ങനെ ഒരു ഷബീബനെ അറിയില്ല, അങ്ങനെ ഒരു ജസ്നിനെ അറിയില്ല, അങ്ങനെ ഒരു ലെറ്ററും അവൻ എഴുതിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആര് കള്ളിയായി? ഞാൻ കള്ളിയായി. അങ്ങനെ ഞാൻ പറഞ്ഞു, എന്നാൽ ഷബീബനെ വിളിച്ചു നോക്കി എന്ന്. ഷബീബനെ വിളിച്ച സമയത്ത് ഷബീബൻ്റെ ഉമ്മയാണ് ഫോൺ എടുത്തത്. അപ്പോൾ ഷബീബൻ്റെ ഉമ്മ പറഞ്ഞു, ഷബീബക്ക് അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയില്ല, ഷബീബൻ്റെ കൊടുക്കാൻ പറഞ്ഞ സമയത്ത് ഒരു കൊടുക്കൂല എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങളുടെ മോളെന്തോ തോന്നിയാസം കാണിച്ചെന്ന് വിചാരിച്ചാൽ ഞങ്ങളുടെ കുട്ടിയുടെ തലയിലേക്ക് ഇടണ്ടെന്ന് പറഞ്ഞു. അതും കൂടി കേട്ടപ്പോഴൊക്കെ എൻ്റെ വീട്ടുകാർക്ക് ദേഷ്യം കൂടി. എൻ്റെ വാപ്പ വന്ന സമയത്ത് വാപ്പനോട് ഇത് പറഞ്ഞു. വാപ്പ നമ്മൾ മട്ടലുണ്ടല്ലോ, ആ മട്ടൽ കൊണ്ട് നല്ലോണം എനിക്ക് അടി കിട്ടുകയും ചെയ്തു. അപ്പോൾ അടി കിട്ടി. എൻ്റെ പുസ്തകങ്ങളൊക്കെ എടുത്ത് കത്തിച്ചാനും എന്നോട് ഇനി സ്കൂളിൽ പോവണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ നട്ടപ്പാതിരിക്ക് എങ്ങോട്ടെന്നില്ലാത്ത രീതിയിൽ ഇറങ്ങിപ്പോയതും എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിക്കാവുന്നതിലപ്പുറം ദുരിതങ്ങൾ അനുഭവിക്കുകയും ചെയ്തത്. അപ്പോൾ എൻ്റെ ലൈഫ് മാറ്റിമറിച്ച് എൻ്റെ വിദ്യാഭ്യാസം മുട്ടിച്ച ഒരു ചെങ്ങായിയാണ് ഇവന്. എന്നിട്ടും ഇവന് മതിയാവാഞ്ഞിട്ടാണ് എൻ്റെ വീഡിയോസിൻ്റെ താഴേക്ക വന്ന് കമൻ്റ് ഇടുന്നത്. ഏതായാലും ഒലക്കവും കൊണ്ടുവച്ചിട്ടുണ്ട്, ഒരെണ്ണം എൻ്റെ ഉമ്മ കൊണ്ടുവരുമെന്ന് വിചാരിക്കാം. ഏതായാലും ദൈവം സഹായിച്ചിട്ട് അവന് നല്ലൊരു ലൈഫല്ല കിട്ടിയത് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്താ അവസ്ഥ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഓൻ്റെ ഭാര്യ അത് കാണുന്നുണ്ട്. നിൻ്റെ കഷ്ടകാല സമയത്താണ് ഈ മോനെ കല്യാണം കഴിച്ചത്. പിന്നെ ഇവനെ ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ്. ഞാൻ കോണ്ടാക്ട് ചെയ്ത് എനിക്ക് ഇവനെ നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇവനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവനോട് പറഞ്ഞു, പിന്നെ എന്നെ ഡിവോഴ്സാണ്, നിനക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഓനോ വല്ലാത്ത താല്പര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, താമരശ്ശേരി വെച്ച് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. താമരശ്ശേരി വന്നു. കാരണം നോക്കിയിട്ട് ഞാനൊന്ന് പൊട്ടിച്ചു. അതിൻ്റെ 3ാമത്തെ ദിവസമാണ്
എൻ്റെ ഏട്ടത്തിൻ്റെ കൂടെ ഇവൻ എൻ്റെ വീട്ടിൽ കയറി വരുന്നത്. ഇവൻ എൻ്റെ വീട്ടിലൊക്കെ വന്നതാ. ഞാൻ എൻ്റെ ഉമ്മാനോടും വാപ്പാനോടും അന്നത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞ് ഇപ്പം പറയാൻ ശ്രമിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ, കഴിഞ്ഞ കഥയല്ലേ, അത് വിട്ടേക്ക്, അത് മറന്നേക്ക്, അത് ക്ഷമിച്ചേക്ക് എന്നൊക്കെയാണ്. പക്ഷേ ഈ മോനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. കാരണം 9ാം ക്ലാസ് വെച്ച് എൻ്റെ വിദ്യാഭ്യാസം നിൽക്കാനുള്ള കാരണം തന്നെ ഇവനാണ്. എന്നിട്ടും ഉളുപ്പും മാനവും തിരിയെങ്കിലുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നശിപ്പിച്ചോ പോരാഞ്ഞിട്ട് ഇനിയും പിന്നെയും വന്ന് മെസ്സേജ് ചെയ്യാൻ കുറച്ചെങ്കിലും നാണുണ്ടോ? അപ്പോൾ ഇവനെ ഇതിന് മുമ്പേ ഞാൻ കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ ഫോട്ടോ എനിക്ക് ഏതായാലും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവനായിട്ട് കൊണ്ടു തന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവനിട്ട കമൻറ്റും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവൻ കാരണമാണ് എൻ്റെ വിദ്യാഭ്യാസം അവിടെ നിന്ന് കിട്ടിയത്.